ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് എൻ്റെ ചാനൽ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരെ സൈഡിൽ ബെല്ലൈക്കൺ അതിൽ ഓൾ വേണം നിൽക്കാൻ. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മൾ ഇന്നത് കുമ്പളങ്ങൻ്റെ പൂവാണ് പറിക്കുന്നത്. അമ്മ കുമ്പളങ്ങൻ്റെ പൂ പറിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ കുമ്പളങ്ങൻ്റെ പൂവെല്ലാം പറിക്കുന്നുണ്ട് ഗായ്സ്. അത് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഉണ്ടാവും. പൊരിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഗായ്സ്. ഇതാണ് കുമ്പളങ്ങൻ്റെ പൂവ്. ഇപ്പൊ നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് കമന്റ് ചെയ്താലേ വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ഗിവ് അവേയിൽ പങ്കെടുക്കണേ. ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഞാടെ നിന്ന് അമ്മമ്മ നോക്കുന്നുണ്ട് എന്താ പറിക്കുന്നെന്ന്. പിന്നെ ഇത് നമ്മൾ മസാല ഉണ്ടാക്കിയതാണ്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ അതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മാന്ത പൊരിക്കുന്നതാണ്. നമ്മൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. അതിന് അരിപ്പൊടി നിർബന്ധമാണ് ഗൈസ്. അരിപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിനി പൊരിക്കാനാണ് പോകുന്നത്. അതിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് നമ്മൾ നല്ലൊരു കൂട്ടാക്കുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടാണ്. ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിപ്പോകുന്നു. നമ്മൾ തിരക്കിലെടുത്ത വീഡിയോ ആണ്. നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂവെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ആ മസാല റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പൂവ് എടുത്തിട്ട് ആ മസാലയിൽ മുക്കും. ഇനി ആ മിക്സ് നല്ലോണം പരക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചീനിച്ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അമ്മയിലേക്ക്. ഇനി നമ്മൾ അതിലേക്ക് പൂവ് ഇടുന്നുണ്ട്.
പൂവ് ഇട്ടിട്ട് നമ്മൾ മസാല നമ്മൾ എണ്ണയിലിടുന്നുണ്ട്. അമ്മമ്മ ഇപ്പോഴും ചീര വറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് വറുത്ത് കോരാൻ പോവുകയാണ്. അമ്മ അത് വറുത്ത് കോരുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് സോസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ഉച്ചക്ക് ചോറിന് ഉപയോഗിക്കാം, രാവിലെ ചായക്ക് ഉപയോഗിക്കാം, ഏതിനും ആയിട്ട് കോമ്പിനേഷൻ ആവും ഗൈസ് ഇത്. ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വീട്ടിലുള്ളവര്. അങ്ങനെ നമ്മൾ വറുത്ത് കോരുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കും. ബാക്കിയുള്ളതും എണ്ണയിലിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതും റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.